ISLന്റെ കാര്യത്തിലുള്ള വ്യക്തത ഇപ്പോഴും കൃത്യമായിട്ട് വന്നിട്ടില്ല. നിലവിൽ ISLന്റെ 12ാം സീസൺ എന്ന് ആരംഭിക്കും എന്നൊരു സംശയം നിലവിൽ ആരാധകർക്ക് ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെല്ലാം പുറമെ നിലവിൽ ക്ലബ്ബുകളെല്ലാം തന്നെ ISLന്റെ കാര്യത്തിൽ ഒരുപാട് ആശങ്കകളും മുൻപോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഇന്നൊരു മീറ്റിംഗ് കൂടി നടക്കുകയുണ്ടായിരുന്നു. അതൊരു വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു. ക്ലബ്ബുകളും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ഒക്കെ തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗിൽ ഒരു പ്രധാന കാര്യം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ വരുവാനായിട്ട് പോകുന്ന ISL സീസൺ നടത്തിയതിന് ശേഷം അടുത്ത 20 വർഷത്തേക്കുള്ള ഒരു ലോങ് ടേം എങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വെക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ നിലവിൽ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ടോപ്പ് ലീഗ് എന്നാണ്. അതായത് ISL എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. അതായത് ഇനി ISL ഉണ്ടാകുമെന്നൊരു കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും ഇല്ല. ഒന്നെങ്കിൽ ISL ആയിരിക്കാം, അല്ലെങ്കിൽ ISLന് പകരമായിട്ടുള്ള മറ്റൊരു ലീഗ് ആയിരിക്കാം. എന്തായാലും ടോപ്പ് ഡിവിഷൻ ലീഗ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ISLന്റെ കാര്യത്തിലുള്ള വ്യക്തത ഇപ്പോഴും വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും ടോപ്പ് 10 ലീഗ് അടുത്ത 20 വർഷത്തേക്ക് വേണ്ടിയുള്ള ഒരു പ്രപ്പോസലാണ് നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സമർപ്പിച്ച അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക് മുന്നിലോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാവുന്നത് ക്ലബ്ബുകളെല്ലാം 1 കോടി രൂപയോളം ഫണ്ട് റൈസ് ചെയ്യണം. അതുമാത്രവുമല്ല എല്ലാ വർഷവും അതായത് ക്ലബ്ബിൽ തങ്ങൾക്ക് ലീഗിൽ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള ഫീ എന്നോണം 1 കോടി രൂപയോളം ഫണ്ട് ചെയ്യുന്നതിന് പുറമെ മറ്റെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നും ഒരു സംഭാവന സ്വീകരിച്ചുകൊണ്ട് സെൻട്രൽ ഓപ്പറേഷൻ ഫണ്ട് രൂപീകരിച്ച് ആ ഫണ്ടുകളിൽ നിന്നായിരിക്കും ISL നടത്തുവാൻ വേണ്ടിയുള്ള ചെലവുകൾ സ്വീകരിക്കുക എന്നാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പോലും വളരെയധികം ലോങ് ടേം ആയിട്ടുള്ളൊരു വിഷൻ ആയതിനാൽ തന്നെ അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും ക്ലബ്ബുകൾക്ക് ഇതെത്രമാത്രം യോജിപ്പ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്നൊരു കാര്യത്തൊരു സംശയം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇനിയും ISL സീസൺ നടക്കണം. അതായത് ഈ വരുവാനായിട്ട് പോകുന്ന ഒരു ISL സീസൺ അതായത് 12ാം സീസൺ നടക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് മാത്രമല്ല നിലവിൽ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മന്തും കൂടി എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി മന്ത് ആരംഭിക്കുകയാണ്. ജനുവരി 3rd വീക്കോട് കൂടി ISL എങ്കിലും ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മറ്റൊരു മീറ്റിംഗ് കൂടി 29ാം തീയതി രൂപീകരിക്കുന്നുണ്ട്. അതായത് ക്ലബ്ബുകളെ വെച്ചുകൊണ്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രൂപീകരിക്കുന്നുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു മീറ്റിംഗിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. സോ അതിനെല്ലാം പുറമെ ഈ ഒരു ISL സീസൺ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് പലരെയും പലതരത്തിൽ ബാധിക്കുന്നതായിരിക്കും. സോ ഉടൻ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.